சங்கீர்த்தனம் 5:12. சங்கீர்த்தனம் 5:12. சங்கீதம் 5:12. Psalm 5:12. சங்கீர்த்தனம் 5:12. யெகோவே, അങ്ങ് നീതിമാന അനുഗ്രഹിക്കും. ആമേൻ. Lord, you will bless the righteous. കർത്താവേ, നീർ നീതിമാനെ ആശീർവദിപ്പീർ. ഇതാണ് കുറിവാക്യം. ദൈവം നീതിമാനെ അനുഗ്രഹിക്കും. ആർ നീതിമാൻ? then who is righteous? ആർ നീതിമാൻ? ഈ ഭൂമിയിൽ ആർ നീതിമാൻ? who is righteous in this world? ഈ പ്രപഞ്ചത്തിൽ ആർ നീതിമാൻ? ഈ ഭൂതലത്തിന് ചില സ്വഭാവങ്ങൾ, സവിശേഷതകൾ ഉണ്ട്. നമ്പർ 1, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6:11 ഈ ഭൂതലത്തിൽ വഷളന്റെ അധികാരം. ആമേൻ. ഈ ഭൂമിയിൽ വഷളന്റെ അധികാരം. ഉൽപ്പത്തി 6:11. The whole universe or the world is under corrupted one. വഷളന്റെ അധികാരം. ഭൂമി വഷളന്റെ അധികാരം. അതേ വചനം ഉൽപ്പത്തി 6:11 ഈ ഭൂതലത്തിൽ അക്രമികളുടെ അല്ലെങ്കിൽ അതിക്രമികളുടെ അധികാരം, പാപികളുടെ അധികാരം. സഭപ്രസംഗി 1-2 വചനത്തിൽ ഈ ഭൂമിയിൽ മായയുടെ അധികാരം, അണ്ടർ വാനിറ്റി, അണ്ടർ കറപ്ഷൻ, അണ്ടർ വയലന്റ് നേച്ചർ. 3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പ്രസംഗി 10:6 ഈ ഭൂമിയിൽ മൂടന്റെ അധികാരം. അല്പം സ്പഷ്ടമായി പറഞ്ഞാൽ ഊളന്റെ അധികാരം, ഊളന്മാർ, അവരുടെ അധികാരം, മൂടന്റെ അധികാരം. The Bible says the whole world is under folly. മൂടന്റെ അധികാരം, വഷളന്റെ അധികാരം, തിന്മയുടെ അധികാരം. 1 കൊരിന്ത്യർ 7:31 தமிழ் வேதாகமம் அழகாக சொல்லுகிறது. வேஷம் கடந்து போகிறதே. இந்த பூமியில் வேஷம், வேஷம், ஃபேஷன். The whole universe is carried out by fashion. வேஷம் கடந்து போகிறது. நாட்டியம், நாட்டியம், நாடகம், டூப்ளிகேட், எல்லாம் டூப்ளிகேட். டிசம்பர் 25 വരെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. രാജാവ് കോൺസ്റ്റന്റൈൻ, അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലൻ ഇവിടെ ബുദ്ധിയിൽ ഉദിച്ച ഡ്യൂപ്ലിക്കേറ്റ്. ഡിസംബർ 25. ക്രിസ്മസ് താത്ത, സാന്താക്ലാസ്, നാട്യം, നാടകം. പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ക്രിസ്മസിൻ്റെ കെറാഫിൽ, ക്രിസ്തു ജനനത്തിൻ്റെ കെറാഫിൽ,
പുൽക്കൂട്, ക്രിസ്മസ് നാടകം, സാന്താക്ലാസിൻ്റെ നാടകം, നാട്യം, വേഷം, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത് വേഷം, ഉത്സവം. കർത്താവ് പറഞ്ഞത്, മനുഷ്യ, നിന്റെ ഏത് ഉത്സവത്തെയും ദൈവമായ ഞാൻ വെറുക്കുന്നു എന്നാണ്. ഇറ്റ് ഈസ് ഇൻ യുവർ ബൈബിൾ. നിനക്ക് ലജ്ജയില്ലേ? ദൈവവചനം ധിക്കരിക്കുവാൻ നിനക്ക് ലജ്ജയില്ലേ? ആമോസ് 5:21 പ്രവാചകൻ മുഖാന്തരം കർത്താവ് എഴുതി വെച്ച്, ഐ ഹേറ്റ് യുവർ ഫെസ്റ്റിവൽ, എനി ഫെസ്റ്റിവൽ. ഏത് ഉത്സവത്തെയും ദൈവം വെറുക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അരുവരുപ്പ്. ദൈവം നിന്നെയും എന്നെയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യുവാനല്ല, പ്രിപ്പയർ ആകുവാൻ. ക്രിസ്തീയ ജീവിതം ഇവിടെ സെലിബ്രേഷൻ അല്ല, പ്രിപ്പറേഷൻ ആണ്. ഉത്സവമല്ല മക്കളെ, ഒരുക്കമാണ്. പരിശുദ്ധന് അഭിമുഖീകരിക്കുവാൻ ഈ ഭൂമിയിലെ നിനക്ക് ഉണ്ടാകേണ്ടത് സെലിബ്രേഷൻ അല്ല, ഒരുക്കമാണ്. ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ. ഫാഷൻ கடந்து போகிறதே. கொரிந்து லேகனத்தில் பவுல் அடிகளார் சொல்லுகிறார், வேஷம், பூமியிலே வேஷம், நாட்டியம், நாடகம், വേഷധാരികളുടെ അധികാരം. 8ാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഭൂതലത്തിൽ കൊലോസ്യർ 1:13 ഇരുട്ടിൻ്റെ അധികാരം, ഇരുട്ടിൻ്റെ അധികാരം. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 1 യോഹന്നാൻ 5:19 ദുഷ്ടന്റെ അധികാരം. സമ്പൂർണ്ണ ലോകമും വഷളന്റെ അധികാരത്തിൽ, അതിക്രമികളുടെ അധികാരത്തിൽ, മായയുടെ അധികാരത്തിൽ, ഊളന്മാരുടെ അധികാരത്തിൽ, വേഷധാരികളുടെ അധികാരത്തിൽ, അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ, ദുഷ്ടന്റെ അധികാരത്തിൽ. Then how could a man born and living in this world can be righteous? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാൽ എങ്ങനെ നീതിമാനായി ജീവിക്കുവാൻ കഴിയും? God is not at fault. You and myself is at fault. ദൈവമല്ല ഇതിൻ്റെ കുറ്റക്കാരൻ. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ബൈബിൾ വളരെ സ്പഷ്ടമാണ്. ജെറേമിയ 7:29 God made it upright. ദൈവം പ്രപഞ്ചത്തെ, മനുഷ്യനെ, ഭൂമിയെ നിർമ്മിക്കുമ്പോൾ നേരുള്ളവനായി, നേരുള്ളതായി ദൈവം സൃഷ്ടിച്ചു. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 115:16 അതിന് ഈ ഭൂമിയെ, നേരുള്ള ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്ത് ഇതിനെ ചീത്തയാക്കിയത്, വഷളത്വമാക്കിയത്, ഇരുട്ടാക്കിയത് ബൈബിൾ സ്വന്തമായി പഠിപ്പിക്കുന്ന മനുഷ്യ നീയാണ്. നല്ല ഭൂമി, നേരുള്ള ഭൂമി, നേരുള്ള പ്രപഞ്ചം ദൈവം മനുഷ്യർക്ക് കൊടുത്ത് മനുഷ്യൻ അതിനെ വിലപേശി പാമ്പിൻ്റെ കയ്യിൽ, പേയുടെ കയ്യിൽ വിറ്റ്. ആകയാൽ ബൈബിൾ വളരെ ക്ലിയർ. നോ വൺ ഈസ് റൈറ്റിയസ്. ഒരുവനും നീതിമാനല്ല, ഒരുവനും. ഭൂമിയിൽ ഒരുവനും നീതിമാനില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 1 രാജാക്കന്മാർ 8:46, സഭാപ്രസംഗി 7:20, റോമർ എഴുതിയ ലേഖനം 3:10, റോമർ 3:23, റോമർ എഴുതിയ ലേഖനം 5:12, 1 യോഹന്നാൻ 1:8. ഭൂമിയിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും
இல்லல்லோ. ஆமென். பூமியில் നീതിമാൻ ഒരുവനും ഇല്ലല്ലോ. പക്ഷേ വചനം വാഗ്ദത്തം നൽകുന്നത്, ദൈവം അനുഗ്രഹം നൽകുന്നത് നീതിമാന് മാത്രം. God bless the righteous. ആർ നീതിമാൻ? എങ്ങനെ നമുക്ക് നീതീകരണം പ്രാപിക്കാം? ഐശായ 64:6 എന്തെങ്കിലും പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുകയില്ല. കാരണം ഒരു മനുഷ്യന്റെ ഏത് പ്രവൃത്തിയും ദൈവം മുമ്പായി കറ പുരണ്ട തുണിയാണ്. ഏത് പ്രവൃത്തിയും, ഏത് പരിശുദ്ധന്റെ പ്രവൃത്തിയും, ഏത് വിശുദ്ധയുടെ പ്രവൃത്തിയും അഗ്നി കണ്ണുകളുടെ ഉടമസ്ഥനായ മഹാഭയങ്കര ദൈവത്തിന്റെ മുമ്പായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു കറ പുരണ്ട തുണിയാണ്. നീതിയോ സൗജന്യം. ഇറ്റ് ഈസ് ഫ്രീ. യു നീഡ് നോട്ട് പേ എനിത്തിങ്. റോമർ 3:24 നീതീകരണം സൗജന്യം. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 5:17 നീതീകരണം നമുക്ക് ലഭിക്കുന്ന ഒരു ദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ആമേൻ. സന്തോഷം ഇല്ലേ? കൈകളെ തട്ടി ശക്തിയോടെ ആമേൻ. നീതീകരണം നമ്മുടെ പ്രവൃത്തിയാൽ കിട്ടുന്നത് അല്ല. ദൈവാശ്രയം ഇല്ലാത്ത ഏത് നന്മ പ്രവൃത്തിയും ദൈവം അംഗീകരിക്കുന്നേ ഇല്ല. അത് കറ പുരണ്ട തുണി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഇത് ദൈവസന്നിധിയിൽ നമുക്ക് ഒഴുകുന്ന സൗജന്യം, ഫ്രീ സൗജന്യം. ഇത് ഈവ്, ഇത് ദൈവം നമുക്ക് നൽകുന്ന ദാനം. മൂന്നാമത് ഒരു മർമ്മമുണ്ട്. ഇത് ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന. ആമേൻ, ആമേൻ. ക്രിസ്തുവിന്റെ മരണം മുഖാന്തരം ഗലാത്യ 2:21 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണം മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഒരു ദാനം, നീതീകരണം. ഞാൻ അക്രമി, എന്റെ പിതാക്കന്മാർ അക്രമം ചെയ്ത് ഞാൻ പാപിയായി എന്റെ ശിക്ഷ ഒരു ബന്ധമില്ലാത്ത ഒരുവൻ ഏറ്റുവാങ്ങി. അവന്റെ പേരാണ് ക്രിസ്തു. ഐ ബിലീവ് ഇറ്റ്. ഞാനത് വിശ്വസിക്കുന്നു. 2000 ആണ്ടുകൾക്ക് മുമ്പ് യഹോവ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും കൊലോസ്യർ 2:9 ഒരു ദേഹരൂപത്തിലായി എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വന്നവൻ. ഞാൻ അത് വിശ്വസിക്കുന്നു. അപ്പോൾ ആ സെക്കൻഡിൽ, നീ വിശ്വസിക്കുന്ന ആ സെക്കൻഡിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നീ നീതീകരിക്കപ്പെടുന്നു. ആമേൻ. യഹോവ ദൈവം ക്രിസ്തു യേശുവിനെ പാപം ആക്കി നമുക്ക് വേണ്ടി. He was made sin. 2 കൊരിന്ത്യർ 5:21 എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 1 യോഹന്നാൻ 3:5 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പാപം ഇല്ലാത്തവന് യഹോവ പാപമാക്കി. പാപം ഇല്ലാത്ത ക്രിസ്തുവിന് യഹോവ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്ത ക്രിസ്തുവിന് യഹോവ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം ചെയ്യാത്ത ക്രിസ്തുവിന് യഹോവ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി. ലോക ജനത സർവരുടെ അക്രമവും
യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും 750 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാപ്രവാചകൻ ഐസയ എഴുതുന്ന 53:6 അവന്റെ തോളിൽ പിതാ ചുമത്തി നമ്മുടെ അക്രമം, നമ്മുടെ ദുഷ്ടത, നമ്മുടെ വഷളത്വം, നമ്മുടെ അന്ധകാരം, നമ്മുടെ വേഷം, അഭിനയം, നാടകം എല്ലാം പാപം അറിയാത്ത ക്രിസ്തുവിൻ്റെ തോളിൽ അവൻ ചുമത്തി. ആകയാൽ അവനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഐസയ 53:10 ആകയാൽ നമുക്ക് നീതീകരണം റോമർ 5:9 ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം. ആകയാൽ നമുക്ക് നീതീകരണം റോമർ 5:19 ക്രിസ്തുവിന്റെ അനുസരണം മുഖാന്തരം. ആകയാൽ നമുക്ക് നീതീകരണം ഫിലിപ്പിയർ 3:9 റോമർ 3:26 യേശു ക്രിസ്തുവിൽ നാം വച്ചിരിക്കുന്ന വിശ്വാസം മുഖാന്തരം ആമേൻ നാം നീതിമാൻ ആക്കപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ. വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളവോ, വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളവും മുമ്പും പിമ്പും ആയവൻ അമ്പോടെന്നെ നടത്തും യേശു എൻ അടിസ്ഥാനം. ആശയവനിലത്രേ യേശു എൻ അടിസ്ഥാനം. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപ, പാപത്താൽ എന്നിൽ വന്ന ശാപ കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ഒന്ന് എഴുന്നേൽക്കാമോ? ഈ 2 വരികൾ നാം പാടുമ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന, നമ്മ അറിയാതെ ബാധിച്ചിരിക്കുന്ന അക്രമം, അന്യായം, ഈ 15 മിനിറ്റ് വചനം കഴിഞ്ഞ് പല ആളുകളെ ഈ വചനം അറുത്ത് ഷേപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ഷേപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വചനം അറുക്കുന്ന വ്യക്തികളെ ഷേപ്പാക്കുന്നു. ആമേൻ. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപക്കെട്ടുകൾ പൊട്ടുന്നു. ആമേൻ. പാപം വിട്ടു മാറാതെ അനുഗ്രഹം ഇല്ല, നീതീകരണം ഇല്ല. നോ നോ ഇല്ല. പാപം വിട്ടു മാറാതെ, അക്രമം അന്യായം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയാതെ, ചങ്ങലകൾ പൊട്ടാതെ അനുഗ്രഹം ഇല്ല. ദൈവം നീതിമാൻ അനുഗ്രഹിക്കും. ദൈവം നീതിമാൻ അനുഗ്രഹിക്കും. സ്തുതിക്ക റബ ജനശാലദം ധനദബ റഗ്ഗാലദം ധനദബ ടി 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 ടി. നീ വേളാങ്കണ്ണി വിഗ്രഹം പോലെ നിൽക്കരുത്, അനങ്ങണം. ഓ
ஜனசாலத വ്യക്തികളെ പിടിച്ച് ബന്ധിച്ച് വിഗ്രഹം പോലെ വച്ചിരിക്കുന്ന പഴയ സർപ്പം വിട്ടു പോ. ടി 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 ടി. ക്രിസ്മസ്, ഓണം, പൊങ്കാല, ദീപാവലി എന്നുള്ള പേരിൽ കർത്താവിനെ വെറുക്കത്തക്ക പ്രവൃത്തി ചെയ്ത് ബന്ധനപ്പെട്ട് അനുഗ്രഹത്തിന് നീ തടസ്സമായി ഇട്ടിരിക്കുന്ന ചങ്ങലകൾ യേശുവിൻ നാമത്തിൽ പൊട്ടുന്നുടാ, പൊട്ടുന്നുടാ. It is broken. It is broken. Amen. Amen. ആമേൻ. ആലയത്തിനകത്ത് കാണിക്കുന്ന അടിമുറകൾക്ക് കൂട്ടുനിന്ന് ഒന്നും അറിയാത്തതുപോലെ സ്തോത്രം പറയുന്ന വ്യക്തികൾ അടക്കി വച്ചിരിക്കുന്ന ഇരുള്, ഓ ടി 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 ആത്മാവിൽ നിറയുക. ആമേൻ. നിനക്കൊരു സ്വാതന്ത്ര്യം ഇന്ന്. നിന്റെ സ്വാതന്ത്ര്യം ഇന്നാണ്. ഇന്നാണ് ദൈവ പൈതല്, ഇന്നാണ്, ഇന്നാണ്. അഗ്നിമഴ ഒഴുകുന്നു, അഗ്നിമഴ ഒഴുകുന്നു, അഗ്നിമഴ ഒഴുകുന്നു, അഗ്നിമഴ ഒഴുകുന്നു, അഗ്നിമഴ ഒഴുകുന്നു, അഗ്നിമഴ ഒഴുകുന്നു. അഭിഷേകത്തി ഒഴുകുന്നു. ചങ്ങലകൾ പൊട്ടുന്നു. ആമേൻ. നിലവിളിക്ക, എനിക്ക് വേണ്ടി മരിച്ചവനെ, എന്നെ നീ വീണ്ടെടുത്ത് ഉത്സവം കൊണ്ടാടാനല്ല, എന്നെ ഒരുക്കുവാൻ, എന്നെ ഒരുക്കുവാൻ, നിന്റെ വരവിനായി എന്നെ ഒരുക്കുവാൻ. It is not for celebration, but for me it is for preparation. Ora ti 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 ti. ഏറ്റു പറയുക, ശുദ്ധീകരണം പ്രാപിക്കുക, നീതീകരണം പ്രാപിക്കുക. ഏറ്റു പറയുക ദൈവപൈതലേ, ഏറ്റു പറയുക, ഏറ്റു പറയുക. അഗ്നിമഴ, 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 അഗ്നിമഴ. പാപത്താൽ എന്നിൽ വന്ന ശാപ കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപ കറകൾ മാറ്റി ശോഭിട ആഭരണമായി നൽകും ശോഭിട നീതി വസ്ത്രം മായി നൽകും യേശു എൻ അടിസ്ഥാനം. ആശ നീലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ. ആമേൻ. ആശ്വാസത്തിൻ യേശുവിൽ, ആശ്വാസത്തിൻ യേശുവിൽ, ആശ്വാസത്തിൻ യേശുവിൽ കണ്ട് ഞാനും. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. യഹോവ നീതിമാനെ അനുഗ്രഹിക്കുന്ന, നീതിമാന് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ. നമ്പർ 1, ദൈവരാജ്യ പ്രവേശനം. Entry into God's kingdom. സ്വർഗമല്ല ഇത്. ദൈവരാജ്യമെന്നും മത്തായി സുവിശേഷത്തിൽ ദൈവമെന്ന് ഡയറക്റ്റായി പറയുവാൻ
ഭയപ്പെടുന്ന യഹൂദന്മാർക്ക് മത്തായി സുവിശേഷകൻ എഴുതി വെച്ച സ്വർഗരാജ്യം എന്നുള്ള പദവും ഒന്നാണ്. പക്ഷേ സ്വർഗം വേറെയാണ്. മനസ്സിലായോ? ഗോഡ്സ് കിങ്ഡം, ഗോഡ്സ് കിങ്ഡം. നീതിമാണ് ദൈവം വച്ചിരിക്കുന്ന ആദ്യ അനുഗ്രഹം, ദൈവരാജ്യത്തിലെ പ്രവേശനം. നമ്പർ 1. നീതിമാണ് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം, കഷ്ടത. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ എഴുതുന്ന 34:19 ആ എല്ലാ കഷ്ടതയിൽ നിന്നും ഈ ശ്വാസം പോകും മുമ്പ് നിന്നെ വിടുവിച്ചിട്ടേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ വിടുവിച്ചിട്ട് നിനക്ക് വരുന്ന കഷ്ടത, വെല്ലുവിളി, ഞെരുക്കം അനേകം. തമിഴ് ബൈബിൾ സേസ് അനേകം, അസംഖ്യം, ഇന്നംബറബിൾ, യു കനോട്ട് കൗണ്ട്. പക്ഷെ അതിൽ നിന്ന് എല്ലാം ദൈവം നിന്നെ മോചിച്ച് മഹത്വപ്പെടുത്തി നിന്നെ മാനിക്കും. അത് അനുഗ്രഹം. സങ്കീർത്തനം 34:19. മൂന്നാമത് നീതിമാനുള്ള അനുഗ്രഹം 15:29 സദൃശവാക്യം. ദുഷ്ടന് ദൈവം അടുപ്പിക്കത്തില്ല. പക്ഷെ നിനക്കൊരു കഷ്ടത വരുമ്പോൾ നീതിമാന് തൻ്റെ മാറിൽ ചേർത്ത് നിന്റെ പ്രാർത്ഥനയെ കേട്ട് മറുപടി നൽകുന്ന ദൈവം. ഇത് മൂന്നും അല്പം ധ്യാനിച്ച് അതിനെ നാം സ്വന്തമാക്കി. കേട്ടിട്ടല്ല, അത് വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. അതിനെ നാം we are going to own what is preached. തൻ്റെ ദാസൻ നാക്ക് വഴിയായി സ്വർഗം അരുളി ചെയ്യുന്നത് നാം ഇന്ന് സ്വന്തമാക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ പ്രവേശനം. നമ്പർ 1 മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വചനം. നിങ്ങളുടെ നീതി ശാസ്ത്രികളുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. കവിഞ്ഞ നീതി, നീതിയെ പോലെ, നീതിമാനെ പോലെ നടിച്ച് നടക്കുന്ന ആളുകളുടെ നീതിയെ നിന്റെ നീതി വെല്ലണം. ആമേൻ, കവിയണം. നിന്റെ നീതി നടിച്ച് നടക്കുന്ന ആളുകൾ, വെള്ള വസ്ത്രത ഇട്ട് കെട്ടി മുറുക്കി നടക്കുന്ന ആളുകളുടെ നീതിയെ ദൈവ പൈതലേ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗത്തിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ നീതി ഡ്യൂപ്ലിക്കേറ്റ് നീതിയെ വെല്ലണം. ആമേൻ, ആമേൻ. അതാണ് ദൈവരാജ്യത്തിൽ. അങ്ങനെയില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, പ്രവേശനം ലഭിക്കുകയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവരാജ്യം, കിങ്ഡം മീൻസ് നോട്ട് ഹെവൻ, സ്വർഗമല്ല. ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉള്ളതാണ്. ആമേൻ. 1 യോഹന്നാൻ 2:6. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. അതാണ് ദൈവരാജ്യം. ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭൂതി, അതാണ് ദൈവരാജ്യം. 1 യോഹന്നാൻ 4:17 അവൻ സ്വർഗത്തിൽ എങ്ങനെ ആയിരിക്കുന്നുവോ നീയും ഞാനും അതുപോലെ ഈ ഭൂമിയിൽ ഇരിക്കേണ്ടതാകുന്ന ആ ശൈലിയാണ്. ഊര് ഓടുമ്പോൾ ഒത്തു ഓടല്ലേ, തൊലഞ്ഞു പോകും.
പള്ളിക്കാരൻ ഓടുന്നത് പോലെ, പോപ്പും ബിഷപ്പും ഓടുന്നത് പോലെ ദൈവ പൈതലേ ഓടല്ലേ, നീ തൊലഞ്ഞു പോകും. നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പൊന്നും മുത്തുക്കളാണ്. ക്രിസ്തു സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ we ought to be in this world. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം. അതിൽ പ്രവേശിക്കുന്നത് എങ്ങനെ? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സ്വർഗമല്ല ദൈവരാജ്യം. ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യം. ആമേൻ. How can you enter? ഇതിൻ്റെ അകത്ത്, ഈ ദൈവരാജ്യത്തിൻ്റെ ആത്മീക രാജ്യം, ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത് എങ്ങനെ? അന്ന് നമുക്ക് യേശുവിനെ വിശ്വസിക്കാം, മറ്റു ഒരു പ്രസംഗവും വിശ്വസിക്കരുത്. യേശു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ വിശ്വസിക്കണം. രാത്രി കർത്താവിനെ കാണാൻ വന്ന പരീശന്മാരിൽ പ്രമാണിയായ നിക്കോദീമോസ് മുഖം നോക്കി കർത്താവ് പറഞ്ഞു, until and otherwise Nicodemus, you be born again, you cannot enter in the kingdom. യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വചനത്തിൽ, പുതിയതായി നിക്കോദീമോസേ, പ്രമാണിയേ, പുതിയതായി നീ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ജനനം, പുതിയതായി ജനിക്കണം. യോഹന്നാൻ 3:6 ജഡത്താൽ ഒരു ജനനം എല്ലാവർക്കും ഉണ്ട്. അപ്പൻ്റെ പുഷ്ടി, അമ്മയുടെ രക്തം, ജഡത്താൽ ജനനം. 1 യോഹന്നാൻ 5:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് നാം ജനിക്കണം. അതാണ് വീണ്ടും ജനനം. ദൈവത്തിൽ നിന്ന് എങ്ങനെ ജനിക്കുക? ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ഇരുന്നാൽ പോരാ. ആമേൻ. പുൽക്കൂടും കെട്ടി സീരിയലേറ്റും അടിച്ച് യേശു ജനിച്ചിരിക്കുന്നു എന്ന് പാടി, കർത്താവ് പാടാനല്ല പറഞ്ഞത്, നീ ക്രിസ്തുവിൽ ജീവിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ആമേൻ. സെലിബ്രേഷൻ അല്ല, കർത്താവിൻ്റെ വരവിനായി ദൈവ പൈതലേ ഉണ്ടാകേണ്ട, നിന്നിൽ ഉണ്ടാകേണ്ട പ്രിപ്പറേഷനാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. ആകയാ നീതിമാന് സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവരാജ്യത്തിലെ പ്രവേശനം. 1 റോമർ 3:23, എസെക്കിയേൽ 18:4, 18:20 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന ദേഹി ചാകും. പാപത്തിൽ നീ മരിച്ചാൽ വ്യക്തിയുടെ ആത്മാവിനെ കൊണ്ടുപോയി മർക്കോസ് 9:49 നരകത്തിയിൽ ഉപ്പിടും. You shall be salted in fire. അത് ഒരിക്കൽ ചെയ്യുന്നില്ല, അത് നിത്യം 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 നിത്യത്തോളം അങ്ങനെ ഉപ്പിടും. ആകയാൽ കിങ് സാലമൻ മുഖാന്തരം സദസ്യവാക്യം 28:13 നമുക്കൊരു പത്തിയ വചനം ദൈവാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്തത്, പ്രവർത്തിച്ച അക്രമം മറയ്ക്കാതെ
യേശുവിൻ്റെ മുമ്പിൽ കടന്നു വന്ന് ഏറ്റു പറഞ്ഞ് അത് എന്നേക്കുമായി ഉപേക്ഷിക്കുക. നല്ല ഒരു പത്തിയ വചനമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കണമോ, ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കണമോ, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക, സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിക്കുക, പുതുക്കേണ്ട മനസ്സിന് പുതുക്കുക. ആമേൻ, ആമേൻ. ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക, സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുക. വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ പുതുക്കേണ്ട മനസ്സിനെ ക്രിസ്തുവിൽ പുതുക്കുക. ദൈവം ഇടപെടുവാൻ തടസ്സമായി നിന്ന് അല്ലെങ്കിൽ അനുഗമിച്ച പിന്തുടർന്ന് ലോത്തിനെ ആബ്രഹാം ഉപേക്ഷിച്ചതുപോലെ. മനസ്സിലായോ? ആമേൻ. അതിനുശേഷമാണ് ആബ്രഹാമോട് ദൈവം സംസാരിച്ചത്. അതിന് തടസ്സമായിരുന്ന കൂട്ടുകെട്ട് ലോത്തിനെ ആബ്രഹാം നടുവഴിയിൽ ഉപേക്ഷിച്ചതുപോലെ, തടസ്സമായിരുന്ന സൗലിന്റെ പടയങ്കിയെ ദാവീദ് ഇടയച്ചെറുക്കൻ ഉപേക്ഷിച്ചതുപോലെ, പറവോന്റെ കൊട്ടാരത്തിൽ വിരുദ് വരുവാൻ വിശുദ്ധീകരണത്തിന് തടസ്സമായി നിന്ന് പറവോന്റെ ഭാര്യയുടെ കാമവികാരം ദൈവഭക്തൻ ജോസഫ് മുഖം നോക്കാതെ ഉപേക്ഷിച്ചതുപോലെ. ആമേൻ, ആമേൻ. കാപട്യ ജീവിതം യാക്കോബ് എന്നുള്ള യത്തൻ ഭക്തനായി മാറി കാപട്യ ജീവിതം തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഉപേക്ഷിച്ചതുപോലെ. ഹല്ലേലൂയ. യോബ് തന്നോട് തന്നെ ചോദിക്കുന്നു. യോബ് 31:27 why it should happen to me, why it should happen to me. രോഗം, ചൊറിച്ചൽ, മാനത്തിന് പകരം നിന്ദ, പരിഹാസം. 10 മക്കളും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു. കൂടാരം പോയി, സമാധാനം പോയി, ഉറക്കം പോയി. Why should it happen to me? യോബ് 31:27 he asked a simple question to himself. Have I ever kissed my ring finger? മോതിരം ഇടുന്ന എൻ്റെ വിരലിനെ ഞാൻ എപ്പോഴെങ്കിലും മുത്തിയോ? That means have I taken custody of the credit of my blessing? ദൈവം എനിക്ക് ദാനമായി തന്ന അനുഗ്രഹത്തിൻ്റെ കാരണം ഞാൻ എന്നുള്ള ക്രെഡിറ്റ് ഞാൻ എടുത്തോ? ഞാൻ എൻ്റെ കയ്യെ മുത്തിയോ? Finally Job said, I abhor myself. I abhor myself. കണക്കിലടങ്ങാ സ്വത്ത്, കണക്കിലടങ്ങാ സമ്പത്ത്, 1 2 അല്ല 10 മക്കൾ, സുന്ദരിയായ മോള്, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട്. Therefore I abhor myself. ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്നു. 42:6 യോബ് 42:6 I abhor myself. ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. ആമേൻ, ആമേൻ. വീണ്ടും വീണ്ടും ജനനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് നിക്കോദെമോസ് പഠിപ്പിച്ച കർത്താവ് ഇന്നും ജീവനോടുണ്ട്. ആ കർത്താവ് തന്നെ തൻ്റെ ദാസൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്നത്. നീതീകരണത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് വീണ്ടും ജനനം. അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച് നാം എല്ലാവരും അല്ല. കർത്താവ് പറയുന്നത് നീ ദൈവത്തിൽ നിന്ന് ജനിക്കണം. നീ ഊരോടുമ്പോൾ ഓടരുത്. ദൈവത്തിൻ്റെ അടി കിട്ടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും.
സുവിശേഷം സോപ്പല്ല, അത് മുന്നറിയിപ്പിൻ്റെ സുവിശേഷമാണ്. ഇറ്റ്സ് എ വാർണിംഗ്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 119:59 വചനം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യത്തിന് നേരായി നിന്റെ കാലുകളെ തിരിക്കുക. ആമേൻ. Turn toward God. നിന്റെ കാലുകള് ദൈവത്തിൻ്റെ സാക്ഷ്യത്തിലേക്ക് നേരായി, അതാണ് സൂക്ഷിക്കുക, സംരക്ഷിക്കുക. കാലിന് തിരിക്കുക, ജീവിതത്തെ തിരിക്കുക, ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൽ നേരായി തിരിക്കുക. മൂന്നാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന റോമർ 12:2 ലോകത്തോട് അനുരൂപമാകാതെ നിന്റെ മനസ്സിന് നീ പുതുക്കുക. മനസ്സിലായോ? ലോകത്തോട് അനുരൂപമാകാതെ ദൈവപൈതല് നിന്റെ മനസ്സിന് നീ പുതുക്കി രൂപാന്തരപ്പെടുക. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. നീതീകരണത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് വീണ്ടും ജനനം. ദൈവരാജ്യം, നീതീകരണം മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹം, ആദ്യ അനുഗ്രഹം ദൈവരാജ്യം. ദൈവരാജ്യം പ്രവേശിക്കുന്ന ആദ്യ സ്റ്റെപ്പ് വീണ്ടും ജനനം. വീണ്ടും ജനനമാണ് ദൈവരാജ്യം. മനസ്സിലായോ? രണ്ടാമത് എന്താണ് ദൈവരാജ്യം? 1 കൊരിന്ത്യർ 4:20 പൗലോസ് സ്പഷ്ടമായി ഞാൻ 100 പ്രാവശ്യം ഉമ്മ വെച്ച് വായിച്ച വചനം 1 കൊരിന്ത്യർ 4:20 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം വചനത്തിലല്ല, ദൈവശക്തിയിലാണ്. അങ്ങനെ വായിച്ചാൽ പോരാ, അതിലർത്ഥമില്ല. ദൈവരാജ്യം വചനത്തിലല്ല എന്ന് പറഞ്ഞ് അത്രയും മനസ്സിലാക്കിയാൽ അത് ശരിയുമല്ല. അതിന് തൊട്ടു മുമ്പുള്ള വചനം കൂടെ, 19 വചനം കൂടെ, 18 വചനം കൂടെ നാം വായിക്കണം. ചില ആളുകൾ, പ്രസംഗിമാർ, പാസ്റ്റർമാർ, സുവിശേഷം അറിയിക്കുന്നവർ, പൗലോസ് പറയുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഊതിപ്പെരുപ്പിക്കുന്ന ആ വചനത്തിൽ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അല്ല, 20 മാത്രം വായിക്കരുത്. It is not, the Bible says through Apostle Paul, kingdom is not on buffed up word. പ്രസംഗി ഊതി പെരുപ്പിച്ച് ആളുകളെ അടിച്ച് രോമാഞ്ചനം കൊള്ളിച്ച് തുള്ളിപ്പിച്ച് അല്ല. വചനമോ തിരുത്തുന്ന വടിയാണ്. കറക്റ്റിംഗ് റോഡ്, ഗുണീകരിക്കുന്ന വചനം, ഒരു മനുഷ്യനെ തിരുത്തുന്ന വചനം. അങ്ങനെയുള്ള വചനത്തിലല്ല. അതാണ് 20. ഓടിപ്പെരുപ്പിച്ച വചനത്തിലല്ല. പിന്നെ 7 വചനത്തിലാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു 2 തിമോത്തിയോസ് 3:14 ക്രിസ്തു യേശുവിൽ ഉള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. അതാണ് വചനം. ക്രിസ്തു യേശുവിൽ വിശ്വാസം ഇല്ലാത്ത സമ്പൂർണ്ണ സമർപ്പണം യേശു മാത്രം. ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് പുസ്തകം 22 അവസാന കുത്തുവരെ പോയിന്റ് ചെയ്യുന്നത് യേശുവിനെ മാത്രം. അതാണ് അവൻ തന്നെയല്ല. അവസാനം പോയി നിൽക്കേണ്ടത് പിതാവിൻ്റെ മുമ്പിലല്ല,
ക്രിസ്തുവിൻ്റെ മുമ്പിലാണ്. ഓർമ്മ വേണം. അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ പോയി നാം എല്ലാവരും നിൽക്കേണ്ടതാകുന്നു. ആമേൻ. ഇത് രണ്ടുപേരും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് ഇവൻ വെറും ജീസസ് അല്ല, ഇവൻ മേഘാരുടനായി വരുന്ന ക്രിസ്തുവാണ്. ആമേൻ. പുൽക്കൂട്, அந்த அப்புன்ற பேருந்து சாந்தா கிளாஸ், புல்கூடு, சீரியல் லைட்டு, கேக்கு മുറിച്ച് നിന്റെയും എൻ്റെയും ലാക്ക് പതിയേണ്ടത് ബൈബിൾ നമ്മ സ്വന്തമായി പഠിപ്പിക്കുന്നു. സഖരിയ 14:4 ഒലിവമല ഈ ക്രിസ്തുവിൻ്റെ പാദം പതിയുമ്പോൾ രണ്ടായിട്ട് പിളർന്നു പോകും. ഈ ക്രിസ്തു വിരലും ചൂപ്പി കിടക്കുന്ന നിന്റെ ഉണ്ണി യേശുവല്ല, ഓലി പർവ്വതത്തെ രണ്ടായി പിളർക്കാൻ പോകുന്ന ഭയങ്കരനാണ്. അതിനായി ഒരുങ്ങിക്കൊള്ളുക. വീണ്ടും ആവർത്തിക്കുന്നു, സെലിബ്രേഷൻ അല്ല ക്രിസ്തീയ ജീവിതം, പ്രിപ്പറേഷനാണ് ക്രിസ്തീയ ജീവിതം. ഒരുങ്ങിക്കൊള്ളുവേൻ. ആമേൻ. ദൈവരാജ്യം ഊടിപ്പെരുപ്പിച്ച വചനത്തിലല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തും ദൈവശക്തിയും. തിരുവെഴുത്തും ദൈവശക്തിയും അറിയായകയാൽ മർക്കോസ് 12:24, മത്തായി സുവിശേഷം 22:29 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ജനം തെറ്റിപ്പോകുന്നു. ആ തെറ്റിയവരുടെ കൂട്ടത്തിൽ നീ ഈങ്കിലാപ്പ് വിളിക്കരുത്, നഷ്ടപ്പെടും. ആമേൻ. ആമേൻ. ദൈവരാജ്യം, വീണ്ടും ജനനം. ദൈവരാജ്യം ഊതിപ്പെരുപ്പിച്ച വചനത്തിലല്ല, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തും ദൈവശക്തിയും. മൂന്നാമത്, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 21:28 അപ്പോസ്തലൻ പൗലോസ് താൻ സുവിശേഷം അറിയിച്ച് രക്ഷിക്കപ്പെട്ട് എബ്രായ ക്രിസ്ത്യാനികളെയും ചേർത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ some people identified him. ഏഷ്യാവിൽ നിന്ന് വന്ന ചില യഹൂദന്മാർ ഇവനെ തിരിച്ചറിഞ്ഞ് കൂക്ക വിളിച്ച്, ഇവനാകുന്നവൻ. അപ്പോൾ 21:28 ഇവനാകുന്നവൻ, വിടരുത്, പിടിപ്പിൻ. ന്യായപ്രമാണത്തിന് എതിരായി, ജനത്തിന് എതിരായി, ഈ സ്ഥലത്തിന് എതിരായി. ക്രിസ്തുവിനേക്കാൾ ന്യായപ്രമാണത്തെ ഉയർത്തിയാൽ ഞാൻ ന്യായപ്രമാണത്തിന് എതിരായി പ്രസംഗിക്കും. ക്രിസ്തുവിനേക്കാൾ നിന്റെ പള്ളിയെ നീ ഉയർത്തിയാൽ നിന്റെ പള്ളിക്ക് എതിരായി ഞാൻ പ്രസംഗിക്കും. ക്രിസ്തുവിന് കാൾ ഏത് ഒരു മനുഷ്യനെയും വിശുദ്ധനായി കണ്ടാൽ നീ ആ വിശുദ്ധന് എതിരായി പ്രസംഗിക്കുക. അതാണ് പൗലോസ് ചെയ്തത്. ഇവനാകുന്നു ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ പട്ടണത്തിന് എതിരായി, ഞങ്ങളുടെ പള്ളിക്കെതിരായി, ഞങ്ങളുടെ ന്യായപ്രമാണത്തിനെതിരായി പിടിപ്പിൻ. They can't hold up God's child Paul and dragged him along the temple. അവിടെ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പൗലോസ്തലനെ ആളുകൾ പിടിച്ച് ഇളുത്ത്, ആലയത്തിനകത്തിട്ട് ഇളുത്ത് മുൻവാതിൽ തുറന്ന് കർത്താവിൻ്റെ ദാസനെ പുറത്താക്കി വാതിൽ അടച്ചു.
ആ വാതിലാണ് അഗസ്റ്റ് സീസർ വന്ന് പിൻകാലത്ത് കത്തിച്ച് ശാമ്പൽ ഭസ്മമാക്കിയത്. ഒന്നും മറുപടി കിട്ടാതെ പോവുകയില്ല മക്കളെ. പുറത്താക്കി കൊല്ലുവാൻ ശ്രമിച്ചെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അന്തരീക്ഷം വളരെ മോശം. ജീവന്റെ വചനം പ്രസ്താവിച്ചവന് ദേവാലയം ഇട്ട് പുറത്താക്കി മുൻവാതിലടച്ച് കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ഈ വാർത്ത ഗവൺമെന്റിലെത്തി. സഹസ്രാധിപൻ, ശതാധിപൻ, പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഓടിക്കൂടി പൗലോസ് വിചാരിച്ച് കാണും, they will help me, they will help me, ഇവർ എന്നെ സഹായിക്കുമെന്ന് പൗലോസ് വിചാരിച്ച് കാണും. പക്ഷെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ കൽപ്പിക്കുന്ന, ഇവനെ ബന്ധിപ്പിൻ, ഇവനെ രക്തചങ്ങലയാൽ ബന്ധിപ്പിൻ. പൗലോസിനെ ബന്ധിപ്പിച്ച് കൽപ്പിച്ച് കോട്ടയിൽ കൊണ്ടുപോയി ഇവനെ സാട്ടവാറ് കൊണ്ട് അടിപ്പിൻ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് വാ തുറന്ന്, സഹസ്രാധിപ, ഞാൻ ആരെന്ന് നീ വിചാരിക്കുന്നു? ഞാൻ ആരെന്ന് വെറുതെ പ്രസംഗിച്ച് ചുറ്റിത്തിരിയുന്നവനല്ല. ഞാൻ റോമ പൗരൻ, ഞാൻ റോമ പൗരൻ. പണം കൊടുത്ത് വാങ്ങിച്ച പൗരത്വമല്ല മകനെ, ഇത് ജന്മനാ എനിക്ക് ലഭിച്ച പൗരത്വം. അധ്യായം നിങ്ങൾ വായിച്ച അവസാന വാക്ക് വരെ വായിക്കുമ്പോൾ അപ്പോൾ ഗവൺമെന്റിന്റെ തലമൊത്ത ബ്യൂറോക്രാറ്റ്, ഇംഗ്ലീഷ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്യാപ്റ്റൻ, ചീഫ് ക്യാപ്റ്റൻ, സഹസ്രാധിപൻ പൗലോസിന്റെ മുമ്പിൽ ഭയപ്പെട്ട്, ദൈവ പൈതലേ, റോമാ പൗരത്വം ഉള്ളവനെന്ന് പറഞ്ഞപ്പോൾ മഹാപട്ടാളക്കാരനും ഗവൺമെന്റും ഭയപ്പെട്ടെങ്കിൽ നമുക്കുള്ള പൗരത്വം സ്വർഗത്തിലാണ്. ഓ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതിൻ്റെ മുന്നോടിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈകലോക ജീവിതത്തിലെ ക്രിസ്തുവുമായുള്ള വാസം, അതിൻ്റെ പേര് ദൈവരാജ്യമാണ്. ദൈവരാജ്യമെന്നാൽ ലഭിച്ച രാഷ്ട്രീയ പൗരത്വമല്ല, സ്വർഗത്തിലെ പൗരത്വം. കൊലോസ്യർ 1:27 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. അതാണ് ദൈവരാജ്യം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. നല്ല കോൺക്രീറ്റ് ഇട്ട്, നല്ല കോൺക്രീറ്റ് ബില്ലർ ഉയർത്തി, വലിയ കോൺട്രാക്ടറെ കണ്ട് ഗോപുരം ഉയർത്തി, വാർണിഷ് അടിച്ച്, സീരിയലൈറ്റിട്ട്, അന്നദാനമോ മാജിക് ഷോയും ഒക്കെ നടത്തി, മെത്രാനെയൊക്കെ വിളിച്ച് കർത്താവ് പറഞ്ഞ്, ഇതിൻ്റെ അകത്ത് ഞാൻ വാസം ചെയ്യുന്നില്ല, ഞാൻ വാസം ചെയ്യുന്നത് നിന്റെ ഉള്ളിലാണ്. ഇപ്പൊ പറഞ്ഞതാണ് ഇതിൻ്റെ കാതൽ. കേട്ടോ? ഇവിടെ നല്ല വൃത്തിയാ വചനവും കേട്ടിട്ട്, നല്ല കളർ ലൈറ്റ് എടുത്ത പള്ളിയെ ചുറ്റി കറങ്ങി മുത്തി വെള്ള നൂലും കെട്ടി നീ നിന്നെ തന്നെ കബളിപ്പിച്ച് നരകത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല ശതമാനം ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പേര് പറയാത്തതാണ് ഞാൻ, സ്ഥലത്തിൻ്റെ പേര് പറയാത്തതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7:48, 49 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല 7:48 ഒരു മനുഷ്യൻ്റെ കൈപ്പണിയായ മന്ദിരത്തിൽ ദൈവം അരുളി ചെയ്യുന്ന ഞാൻ വസിക്കുന്നേയില്ല. മനസ്സിലായോ? ഒരു മനുഷ്യൻ നിർമ്മിച്ച, അതാണ് പുതിയ ജെറുസലേമിൽ പോലും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല,
പള്ളി അവിടെയില്ല. വെളിപ്പാട് പുസ്തകം 22:21. There is no temple. There is no temple in New Jerusalem. കൈപ്പണിയായ കൂടാരത്തിൽ, പള്ളിയിൽ, സ്ട്രക്ചറിൽ, ഗോപുരത്തിൽ ഞാൻ വസിക്കുന്നില്ല. ഞാൻ വസിക്കുവാൻ തിരഞ്ഞെടുത്ത പാത്രം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, 1 കൊരിന്ത്യർ 3:16, 2 കൊരിന്ത്യർ 6:16, 2 കൊരിന്ത്യർ 6:19, നീ തന്നെ ഞാൻ വസിക്കുന്ന ആലയം. ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും? നിന്റെ ഉള്ളിൽ തമ്പുരാൻ ക്രിസ്തു വാസം ചെയ്യുന്ന അനുഭൂതി, അതിൻ്റെ പേരാണ് ദൈവരാജ്യം. ആമേൻ, ഹല്ലേലൂയ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമടുത്തായെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമടുത്തായെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിപ്പ എല്ലാ നാളും ഞാൻ വാഴും രക്ഷി കൂടെ എപ്പോഴും. ടീ 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 T 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 സ്വർഗത്തിലെ ടീ നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ. ഇനി ഇവൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകരുത് എന്ന് നിനക്ക് വിരോധമായി മാന്ത്രികം ചെയ്യപ്പെട്ട 6 സഹോദരിമാരുടെ വയറിനെ കർത്താവ് തൊടുന്ന് അടുത്താണ്ട് ഈ ഡിസംബറിന് മുമ്പ് എന്റെ കർത്താവ് നിന്റെ ഗർഭത്തെ അനുഗ്രഹിച്ച് നിന്നെ മാനിക്കും. ആമേൻ, ആമേൻ. കിടന്നുറക്കമില്ലാതെ നാട് വിടണമോ, വീട് വിടണമോ എന്ന് നിലവിളിയോടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ഉള്ള ശാപം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറുന്നു, ഇപ്പോൾ മാറിപ്പോകുന്നു, ഇപ്പോൾ മാറിപ്പോകുന്നു, ഇപ്പോൾ മാറിപ്പോകുന്നു. അടുത്ത തലമുറയെ ബന്ധിച്ചു വച്ചിരിക്കുന്ന പഴയ പാമ്പിന്റെ കരം, അതിനു മുമ്പ് അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ പിടികൊടുക്കണം. അടുത്ത തലമുറയ്ക്ക് ഇപ്പോൾ അനുഗ്രഹം. നീ പിടികൊടുക്കണം. അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ നീ 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 പിടികൊടുക്കണം. അടുത്ത തലമുറയെ യേശുവിൻ നാമത്തിൽ ഞാനിത് അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പാരമ്പര്യ തലമുറയായി തങ്ങി നിൽക്കുന്ന ഭവനങ്ങളിലെ പേയുടെ ശാപം, പേയുടെ സാന്നിധ്യം ഇപ്പോൾ വിട്ടുപോ, 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 വിട്ടുപോ. യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. ഓ, ഒരു ജോലി കിട്ടിയതുപോലെ ഇരിക്കും, ഒരു വരുമാനം കിട്ടിയതുപോലെ ഇരിക്കും, ഒരു അനുഗ്രഹം കൈകൂടിയതുപോലെ ഇരിക്കും. പക്ഷെ കിട്ടത്തില്ല, കിട്ടത്തില്ല. അങ്ങനെയുള്ള തടസ്സം യേശുവിൻ നാമത്തിൽ വിടുതൽ, വിടുതൽ, മോചനം,
മോചനം, മോചനം, മോചനം, യാവർക്കും മോചനം, മോചനം. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, നീ ഞാൻ കേട്ടിടുന്നു. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് വെളിപ്പെടും, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു. നാട്ടിലെങ്ങുമേ ക്ഷാമം, ആമേൻ, ആമേൻ, ആമേൻ. ക്ഷാമം, ഭൂകമ്പം, ആദിനാരംഭം വാഴും രാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആൻഡ് ഫൈനലി അവസാനം സദൃശവാക്യം 15:29. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ ദൈവം കേൾക്കുന്നു. സന്തോഷമില്ലേ? അത് പറഞ്ഞാലും ദുഃഖം തന്നെയാണ്. എല്ലാ ആളുകളും ഹല്ലേലൂയ പറയാമോ? ശബ്ദം ഉയർത്തി. യഹോവ നീതിമാന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു. എങ്ങനെ കേൾക്കുന്നു? തൻ്റെ സ്നേഹിതൻ 2 ദിനവൃത്താന്തം 20:7, ഐശയ 41:8, യാക്കോബ് 2:23. ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാമിന് 100 വയസ്സുവരെ മക്കളില്ലായിരുന്നു. അതിൻ്റെ സമയം വന്നപ്പോൾ ദൈവം എവിടെ, ദൈവം എവിടെ എന്ന് ആബ്രഹാം അലഞ്ഞില്ല. പക്ഷേ മാംറേ എന്നുള്ള സ്ഥലത്ത് ആബ്രഹാമിൻ്റെ വീടിനെ അന്വേഷിച്ച് ദൈവം വന്ന് അവനോട് പറയുന്നുണ്ട്, നിനക്കൊരു മോനെ ഞാൻ തരും. ആമേൻ. ഇവൻ അലഞ്ഞതല്ല, ശ്രദ്ധിക്കണം, ഇവൻ അലഞ്ഞതല്ല. 25 ആണ്ടുകളും 1 ആഴ്ചയും മക്കളില്ല മലടനെന്ന് മയക്കിൽ കൂടി മാത്രം പറഞ്ഞില്ല. തുപ്പിയ എൻ്റെ വീട്ടിലും ദൈവം ഒരു നാൾ വന്ന് അഭിഷേകിന് തന്ന്. ആബ്രഹാമിൻ്റെ വീട്ടിൽ പോയവൻ, സുന്ദർസിംഗിൻ്റെ വീട്ടിൽ പോയവൻ, നിന്റെ വീട്ടിൽ മാത്രം വരാതിരുപ്പാൻ എന്ത് തടസ്സം? മാംറേ പാർക്കുന്ന ആബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവം കടന്നുപോയി. ഉൽപ്പത്തി 18:14 ഞാൻ നിനക്കൊരു മകനെ തരും. ദൈവം ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്. രണ്ടാമത് ക്യാപ്റ്റൻ ജോഷുവ കൽപ്പിക്കുന്നു. ജോഷുവ 10:12 സൂര്യ നിൽക്ക. 14-ാം വചനം. അത് ദൈവം കേട്ട് ദൈവം അനുസരിച്ച്. ഉണ്ടോ? വചനമുണ്ടോ? ആമേൻ. നാം കേട്ടിട്ടുണ്ട്. യോശുവ അനുസരിച്ച്, ആബ്രഹാം അനുസരിച്ച്, പൗലോസ് അനുസരിച്ച്, മോശ അനുസരിച്ച്. ഈ ബൈബിളിൽ ഈ വരിയിൽ ഒരു ഭക്തന്റെ നിലവിളി, പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം അനുസരിച്ച്. എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം! എത്ര സ്നേഹവാനാണ് നമ്മുടെ ദൈവം! ഹന്നാ ചോദിച്ച്, ഒരു പുരുഷ
സന്താനത്തെ തരണം. 1 സാമുവേൽ 1:11, 1 സാമുവേൽ 2:21 ദൈവം കൊടുത്തതോ 3 പുരുഷ സന്താനം, 2 സ്ത്രീ സന്താനം. അങ്ങനെ 5 പറയാം, സാലമനെ കൂട്ടി 6 പറയാം. ആമേൻ, ആമേൻ. അതിൻ്റെ അർത്ഥം എഫേസ്യർ 3:20 നീ നനയ്ക്കുന്നതിലും അധികം തരുന്നവൻ. അത് കരയട്ടെ, നിങ്ങൾ ഇങ്ങ് ശ്രദ്ധിക്കാൻ വെച്ച്. ആമേൻ, ഹല്ലേലൂയ. ഇവൾ ഒന്നിനെ ചോദിച്ചു, ഒരു മോനെ തരണമേ. കർത്താവ് നൽകിയത് 3 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും. വചനം ഉണ്ട് എഫേസ്യർ 3:20 നീയായിരിക്കണം, നീ ദൈവഭക്തനായിരിക്കണം, നീ നീതിമാനായിരിക്കണം. ദുഷ്ടനായിരുന്നാൽ ദൈവം അടുപ്പിക്കത്തില്ല. നീ നീതിമാനായാൽ അവൻ നിന്നെ കേൾക്കും. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എഫേസ്യർ 3:20 നീ നനയ്ക്കേണ്ട, തമിഴ് വാക്കാണ്, മലയാളത്തിൽ ശരിക്ക് വെച്ചിരിക്കുന്നത്. നീ ചിന്തിക്കുന്നതിലും, നീ ചിന്തിച്ചാൽ മതി, അവൻ തരും. അതാണ് നീതിമാന്റെ അനുഗ്രഹം. 1 രാജാക്കന്മാർ 18:38 എലീജ പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ നൽകി. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേൽ പ്രവചനം 9:23 പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നൽകി. 65:24 ഐസയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ നിലവിളിക്ക് മുമ്പേ നൽകി. ആമേൻ. ഇന്ന് കാലൊക്കെ അങ്ങനെ വെളമും തലച്ചോറിൽ സുബോധവും ഉണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് സാറ്റർഡേ പോകാം, ഇന്ന് വേണ്ട, ഇന്ന് കല്യാണമുണ്ടല്ലോ, പിക്നിക് ഉണ്ടല്ലോ, നമുക്ക് അടുത്ത 2-ാം ശനി പോകാം. അടുത്ത 2-ാം ശനി ഈ കാല് ഇതുപോലെ ഇരിക്കുമെന്ന് എന്ത് ഉറപ്പ്? പുഴു പോലെ സമർപ്പിക്കുക. വേറെ ജീവിതമില്ല മക്കളെ. ഈ ക്രിസ്തു ഇല്ലാതെ നമുക്കൊരു ജീവിതം ഇല്ല. യോഹന്നാൻ 9:31 ആരുടെ പ്രാർത്ഥന കേൾക്കും? ഭയങ്കര മർമ്മങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. ഇതിനി മറക്കരുത്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും യോഹന്നാൻ 9:31 എന്തും ദൈവഭക്തിയോട് ഇരിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നും ഉണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ? എന്നും. യോഹന്നാൻ 9:31 എന്നും. ഷഡ്സഭയ്ക്ക് 28:14 എപ്പോഴും ദൈവഭക്തിയോട് ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നും. യോഹന്നാൻ 9:31 എന്നും ദൈവഭക്തനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം അരുളി ചെയ്യുന്ന ഞാൻ കേൾക്കുന്ന നീതിമാന് അനുഗ്രഹിക്കുന്ന നല്ല ദൈവം. നമുക്ക് എഴുന്നേൽക്കാം. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോട് നിങ്ങളുടെ ശരീരത്തിൽ നൂലോ, എൻ്റെ ഇടതുഭാഗത്ത് പുറകിൽ നിന്ന് 7-ാമത്തെ റോയിൽ ഈ കാര്യം നേടിത്തന്നാൽ ഇവിടെ പോയി മൊട്ടയടിച്ചോളാമേ എന്നുള്ള ഉടമ്പടിയുമായി എത്തിരിക്കുന്ന ഒരു സ്ത്രീ, നിങ്ങൾ കേൾക്കുന്നതിൽ കുറവില്ല. ദൈവത്തിൻ്റെ കരം എതിരായി തിരിയും മുമ്പ് ഈ കറുത്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജീവന്റെ വചനം അനുസരിച്ചാട്ടെ സിസ്റ്റർ, അനുസരിച്ചാട്ടെ.
ടീ 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 ശരീരത്തുള്ള നൂല്, തകട്, ചരട്, മാന്ത്രിക കുഴല് അറുത്ത് കളയുക. ഇനി അങ്ങനെയുള്ള സ്ഥലത്തിൽ പോയി നീ കറങ്ങരുത്. സീരിയൽ ലൈറ്റ് കാണാൻ പോയി. ക്രിസ്തീയ ജീവിതം ഉത്സവമല്ല, ഒരുക്കമാണ്. ഒരുങ്ങുക. ഓലി പർവ്വതം രണ്ടായി പിളരുവാൻ സമയമായി ഒരുങ്ങുക. നീ ഒരുങ്ങുക. ടി 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 യേശുവേ നിലവിളിച്ചാട്ടെ. യേശുവേ 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 നിലവിളിച്ചാട്ടെ. യേശുവേ 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 ശക്തിയോടെ അഗ്നിമഴ ആത്മാവിൻ്റെ നിറവ്. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൽ നിറയുക. മേൽസി ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക. ആമേൻ 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 ആമേൻ. പുതു കൃപ. ആമേൻ ആമേൻ ആമേൻ. കൊച്ചു പണ്ടുവം ചെയ്യുന്ന ഒരു കുട്ടി മന്ത്രവാദി ഇവിടെ ഉണ്ട്. കൊച്ചു പണ്ടുവൻ നോക്കി ആളുകളെ നരകത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു കുട്ടി മന്ത്രവാദി ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ തൊടുന്നു ബ്രദർ, നിങ്ങളിനി നോക്കുന്ന പണ്ടുവം ഫലിക്കത്തില്ല. ആ കുട്ടിച്ചാത്താൻ ഇനി ഫലിക്കത്തില്ല. കർത്താവ് നിങ്ങളെ ആകർഷിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നു. അന്ധകാര കെട്ടുകൾ പൊട്ടുന്നിട. യേശുവിൻ നാമത്തിൽ ടീ 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 ടീ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദോ. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. കൃപ എപ്പോഴും ടീ 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 ടീ. വചനം ശ്രദ്ധിച്ച സകല ദൈവമക്കളുടെ ശിരസിന്മേൽ കർത്താവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ സ്പർശിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശിരസിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ
പൊന്ന് തമ്പുരാൻ ക്രിസ്തുവിൻ്റെ അരുമ കരം തൊടുന്ന് അനുഗ്രഹത്തിൻ്റെ കരം നിങ്ങളെ തൊടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവൻ നന്ദി 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 നന്ദി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.